ഹലോ ഗായ്സ്, സത്യം പറഞ്ഞാൽ UK വന്നപ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ മിസ് ചെയ്യണത് എൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂടെയുള്ള കറക്കമൊക്കെ തന്നെയാണ് കേട്ടോ. എന്ത് ചെയ്യാൻ, ഇനിയിപ്പോൾ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ലല്ലോ. സോ ഇന്ന് രാവിലെ തൊട്ട് ഞാൻ വീട്ടിൽ ഇരുന്ന് ഭയങ്കര ബോറടി ആയിരുന്നു. അതുകൊണ്ട് ഞാൻ വൈകിട്ടായപ്പോൾ ഒന്ന് പുറത്തേക്ക് ഇറങ്ങാമെന്ന് വിചാരിച്ചു. പുറത്തേക്ക് ഇറങ്ങിയപ്പോഴാണെങ്കിൽ ഭയങ്കര തണുപ്പും കൂട്ടത്തിൽ നല്ല ഫോഗി ആയിരുന്നു. എന്തായാലും ഇറങ്ങിയല്ലോ എന്ന് ഓർത്ത് നേരെ ബസ് സ്റ്റോപ്പിലേക്ക് നടന്നത്. ബസ് സ്റ്റോപ്പിലെത്തി ഒരു 5 മിനിറ്റ് ആയപ്പോഴത്തേനും ബസ് വന്നു. ബസ്സിൽ കയറിയപ്പോഴാണെങ്കിലും അധികം ആൾക്കാരൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ തൊട്ടടുത്താണ് ബസ് സ്റ്റേഷൻ എങ്കിലും തണുപ്പിൻ്റെ ആ ഒരു കഠിനത കാരണം എനിക്ക് നടന്നു വരാൻ തോന്നിയില്ല. അതുകൊണ്ടാണ് ഞാൻ ബസ്സിൽ വന്നത്. ബസ് സ്റ്റേഷനെത്തി നേരെ പുറത്തിറങ്ങിയപ്പോഴേ നോക്കുമ്പോൾ അവിടെ ആരുമില്ല. അപ്പോൾ ആ ഓർത്ത് ഇവിടെ ഉള്ളവരൊക്കെ രാജ്യം വിട്ടു പോയോ എന്തോ, മേ ബി പോയിക്കാണ് ഇവിടുത്തെ ക്ലൈമറ്റ് കാരണം. അങ്ങനെ ഞാൻ നേരെ സെൻറ് ജോർജ് ഷോപ്പിംഗ് സെൻറ്ററിലേക്കാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഇത് ആക്ച്വലി സെൻറ് ജോൺ ഷോപ്പിംഗ് സെൻ്ററാണ്. ഞാൻ പോണത് സെൻറ് ജോർജിലേക്കാണ്. അപ്പം ഇന്നത്തെ ഈ തെണ്ടൽ കലാവിരുതിയിൽ എൻ്റെ കൂടെ വേറൊരാളും കൂടെ ജോയിൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ അയാളെ മീറ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ സെൻറ് ജോർജിലേക്ക് പോകുന്നത്. അവിടെ വെച്ച് മീറ്റ് ചെയ്യാനാണ് പറഞ്ഞത്. സോ പോകുന്ന വഴിക്ക് ഇങ്ങനെ കുറേ കടകളും പിന്നെ ഇവിടെ ക്രിസ്മസ് ന്യൂ ഇയർ ഒക്കെ ആയതുകൊണ്ട് തന്നെ സ്ട്രീറ്റിലൊക്കെ മൊത്തം സ്ട്രീറ്റ് ലൈറ്റും കുറേ ഡെക്കറേഷൻസ് ഒക്കെ ചെയ്തിട്ടുണ്ട്. അങ്ങനെ വായി നോക്കി ഞാൻ അതാ സെൻറ് ജോർജിലെത്തി. അവിടെ നല്ല വലിയൊരു ക്രിസ്മസ് ട്രീ ഒക്കെ ഉണ്ടായിരുന്നു. കാണാൻ തന്നെ നല്ല ഭംഗിയായിരുന്നു. അപ്പോഴാണ് നമ്മൾ മീറ്റ് ചെയ്യാന്ന് പറഞ്ഞ ആൾ വരുന്നത്. അങ്ങനെ ദാസനും വിജയനും കണ്ടുമുട്ടുകയാണ് സുഹൃത്തുക്കളെ. ആക്ച്വലി നമ്മൾ രണ്ടുപേരും ബോറടിച്ച് പുറത്തിറങ്ങിയതാണെങ്കിലും എന്തായാലും വന്നല്ലോ നോർത്ത്. അവിടെ കണ്ട കുറേ കടകളിലൊക്കെ നമ്മൾ കയറി ഇറങ്ങി. ആദ്യമേ നമ്മളൊരു ബോഡി ഷോപ്പിലാണ് കയറിയത്. അതിനുശേഷം അവിടെ നേരെ ഇറങ്ങി ക്ലിൻറ്റൺസിലോട്ടാണ് പോയത്. ക്ലിൻറ്റൺസിൽ പോയപ്പോഴാണെങ്കിൽ അവിടെ ഒരുപാട് ക്യൂട്ടായിട്ടുള്ള സാധനങ്ങളുണ്ടായിരുന്നു. എല്ലാം ജസ്റ്റ് ഒന്ന് നോക്കിയെന്നല്ലാതെ നമ്മൾ പ്രത്യേകിച്ച് ഒന്നും മേടിച്ചൊന്നുമില്ല. പിന്നെ അവിടെ നേരെ ഇറങ്ങി നമ്മൾ പോയത് ഹെവൻലി ഡെസേർട്സിലേക്കാണ്. എന്തെങ്കിലും കുടിക്കാൻ ഓർത്ത്, ഇത്രയും തണുപ്പൊക്കെ ആയത് കാരണം. അങ്ങനെ നമ്മളൊരു കോഫിയും ഒരു ഹോട്ട് ചോക്ലേറ്റുമാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. കോഫി വന്നപ്പോൾ ഞാൻ ഓർത്ത് അടിപൊളിയായിരുന്നു. കാരണം കാണാൻ അത്രയും ഭംഗിയായിരുന്നു. അപ്പം വാഫിലും ക്രീമും ഒക്കെ കഴിച്ചപ്പോൾ സൂപ്പറായിരുന്നു. പക്ഷെ കോഫി കുടിച്ചപ്പോഴാണ് ഞാൻ ആ സത്യം മനസ്സിലാക്കുന്നത്, ഇത് UK ആണ്. ഇവിടുത്തെ കോഫിയിലും ടീയിലും ഒന്നും മധുരം കാണത്തില്ലെന്ന്. അങ്ങനെ അവിടെ ഇരുന്ന് കുറേ പഞ്ചസാരയൊക്കെ വിളിച്ചു വാരിയിട്ട് ഞാൻ കോഫിയൊക്കെ കുടിച്ച് പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ വിഷ്ണു അതുവഴി വരുന്നുണ്ടായിരുന്നു. അപ്പോൾ വിഷ്ണു ആണ് തിരിച്ചെന്നെ വീട്ടിൽ കൊണ്ടുവന്ന് വിട്ടത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ബൈ.